അപ്പത്തിനും പത്തിരിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമ തയ്യാറാക്കിയാലോ. ഇത് പ്രഷർ കുക്കറിലാട്ടോ തയ്യാറാക്കുന്നത്. വളരെ ഈസിയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇത്തിരി കടുകും 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം കൂടി നന്നായി മൂപ്പിച്ച് 2 വറ്റൽമുളകും കരിവേപ്പിലയും കുറച്ച് പച്ചമുളകും കൂടി വഴറ്റിയെടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി വരുമ്പോഴാണ് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി വഴറ്റുക. സവാള ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ, ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ബീൻസ്, കുറച്ച് ഗ്രീൻ പീസ്, തലേന്ന് സോക്ക് വെച്ച ഗ്രീൻ പീസും ഒരു ക്യാരറ്റും കൂടെ ചേർത്ത് നന്നായി ഇളക്കി അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. കൂടുതൽ പൊടികളൊന്നും വേണ്ട. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഉപ്പും മാത്രമാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്ത് ഒരു 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അരമുറി തേങ്ങയിലേക്ക് 10 കാഷ്യൂനട്ട് വെള്ളം സോക്ക് ചെയ്തതും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരിച്ച് കുക്കറിൻ്റെ വിസിൽ ഒക്കെ ഒഴിവാക്കി ഈ തേങ്ങയോടും ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇത്തിരി പെപ്പറും ചേർക്കുക. അത് പെപ്പർ ആവശ്യത്തിന് ചേർത്താൽ മതി. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ ഇത്തിരി ഗരം മസാലയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. ഞാനിപ്പോൾ ഇത് നല്ലൊരു അപ്പത്തിൻ്റെ കൂടെ ആയിട്ടോ കഴിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള